ഹലോ എവരിവൺ, നമ്മളെല്ലാവരും കാത്തിരുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF 2024 നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന പേരിൽ ഒരു PDF സർക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഫേക്ക് ആണെന്നും മറ്റു രീതിയിൽ അത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ ഒരു നോട്ടീസ് ആണെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു ഇൻഫോർമേഷനെ സംബന്ധിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് 2024 എന്ന ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ പറ്റി വന്ന നോട്ടിഫിക്കേഷൻ ജെന്യുവൻ ആണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. എങ്കിലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ നേരത്തെ ഒരു ദിവസം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ആ ഡീറ്റെയിൽ വന്നത്. അപ്പോൾ തന്നെ അത് ജെന്യുവൻ ആണെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റായ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കൂടി ഇത് പബ്ലിഷ് ചെയ്തതോടെ നമുക്കപ്പോൾ ആ ഒരു കാര്യം കൺഫേം ആയി. അപ്പോൾ നേരത്തെ വന്ന അതേ ഇൻഫോർമേഷൻ തന്നെയാണ്, അതേ ഷോർട്ട് നോട്ടീസ് തന്നെയാണ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റെയിൽവേയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. റെയിൽവേ RRB ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇങ്ങനൊരു ഇൻഫോർമേഷൻ വന്നത്. അപ്പം ഏറ്റവും മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടീസ് ഡേറ്റഡ് 14/3/2024 റിഗാർഡിംഗ് CENs ഓഫ് സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ ഇൻ RPF അല്ലെങ്കിൽ RPSF. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ, ഇങ്ങനൊരു പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ടാബിലാണ് ഈ പുതിയ ഇൻഫോർമേഷൻ ഇപ്പം സർക്കുലേറ്റ് ചെയ്ത് ഈ ഒരു ഇൻഫോർമേഷൻ PDF ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു PDF എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഒഫീഷ്യലി തന്നെ നമുക്കിത് കണ്ട് വെരിഫൈ ചെയ്യാം. RPF എക്സാം ഒരുപാട് പേര് നോക്കുന്നൊരു പരീക്ഷയാണ്. കാരണം പ്രത്യേകിച്ചും SSC GD എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് അവർക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അതേ മാതൃകയിൽ പറ്റുന്ന ഒരു പരീക്ഷ കൂടിയാണ് RPF. അപ്പോൾ ഈ വർഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളതാണ്. SSC GD എക്സാംസ് പ്രിപ്പയർ ചെയ്ത് എക്സാം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അവർക്കൊക്കെ ഈ ഒരു എക്സാമിന് ഇനി പ്രിപ്പയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ തന്നെ അടുത്തൊരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസാണ് ഒഫീഷ്യലി മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പം ആൻ ഇൻഡിക്കേറ്റീവ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. CN RPF 1/2024 RPF 2/2024. ഇതാണ് നോട്ടിഫിക്കേഷൻസിൻ്റെ പേര്. റിഗാർഡിംഗ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ. ഇതിനെപ്പറ്റി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ആൻഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നമ്പർ, റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾസ്, ഈ രണ്ട് പോസ്റ്റുകൾ, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷനെ പറ്റിയൊരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. അതായത് 2/3 ഈ മാസം 2-ാം തീയതി എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ അല്ലെങ്കിൽ റോജ്ഗാർ സമാചാർ എന്ന് പറയുന്ന ഹിന്ദി എഡിഷൻ റോജ്ഗാർ സമാചാർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്ത 2-ാം തീയതി പബ്ലിഷ് ചെയ്ത ആ ഒരു ഇൻഫോർമേഷനെ പറ്റിയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഇൻഫോർമേഷൻ ജെന്യുവൻ ആണെന്ന് അന്നേ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ക്ലിയർലി റെയിൽവേയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ അപ്ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ വന്ന അപ്ഡേറ്റിൽ പറയുന്നത് RPF 01/2024 ആൻഡ് RPF 02/2024 വിൽ ബി പബ്ലിഷ്ഡ് ഓൺ 15/4/2024. അതായത് RPFിൻ്റെ സബ് ഇൻസ്പെക്ടറുടെയും കോൺസ്റ്റബിളിൻ്റെയും 2 സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസുകൾ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് നെക്സ്റ്റ് മന്ത് 15-ാം തീയതി ആണെന്നാണ് പറഞ്ഞത്. ഏപ്രിൽ 15-ന് ഈ 2 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് വരും. ദ ലിങ്ക് for online application will be available on the same day on the official website of following RRBs. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ഷോർട്ട് നോട്ടീസിനെ പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 15/4/2024 ആണ്. ഈ ഒരു ഡേറ്റിൽ ആപ്ലിക്കേഷൻ ലൈവ് ആകുന്നതാണ്. അപ്പം നിങ്ങൾ മടിച്ചു നിൽക്കാതെ RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ. 14-ാം തീയതി പബ്ലിഷ് ചെയ്ത 14/3/2023 പബ്ലിഷ് ചെയ്ത ഈ ഒരു സിംഗിൾ PDF എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനൊരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല സ്പീഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. RPF GD പോലെയുള്ള ഫോഴ്സ് ബേസ്ഡ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദിശ അക്കാഡമി ഒരു സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ദിശ ആർമി എക്സാംസ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഫോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ, നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ് എല്ലാം ആ ഒരു ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ ഫ്രണ്ട് പേജിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ആ ചാനലിൽ എത്തിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാംസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുവേണ്ടി ദിശ അക്കാഡമി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ദിശ അക്കാഡമി ഈ RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെസിഫിക്കലി കുറേ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് റെഗുലറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനൽ വഴി റെഗുലറായിട്ട്
ആയിട്ട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. മാത്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. മാത്രമല്ല RPF പറ്റിയുള്ള എക്സാം ഡീറ്റെയിൽസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങി കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. മാത്രമല്ല അതിൽ റെഗുലർ ആയിട്ട് ഇനിയും ഓരോ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് ഉണ്ടാവും, റെഗുലർ ആയിട്ടുണ്ടാവും. സോ ആ ചാനൽ ഫോളോ ചെയ്ത് RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളവർ പ്രിപ്പയർ ചെയ്യാം. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഓൺലൈൻ കോഴ്സസ് എടുത്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കായിട്ട് പുതിയ ബാച്ച് ഉടൻ തന്നെ RPF പുതിയ ബാച്ച് ഡേറ്റ് അനൗൺസ് ചെയ്തില്ല, വരുന്ന ആഴ്ചയിൽ തന്നെ RPF ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനൽസും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. അതിലൊക്കെ ജോയിൻ ചെയ്താൽ പുതിയ കോഴ്സുകളെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ്. ഇനിയും ഓഫ്ലൈൻ കോഴ്സസിനെ പറ്റിയും കൂടെ പറയട്ടെ. പുതിയ ബാച്ച് RPF പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ചയാണ്, നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മാർച്ച് 20 അടുത്ത ബുധനാഴ്ച നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ച് 20 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാർച്ച് 20 എല്ലാവർക്കും വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. മാർച്ച് 20 ദിശ അക്കാഡമിയുടെ 3 ബ്രാഞ്ചുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കോഴിക്കോട് ഈ 3 ബ്രാഞ്ചസിലും മാർച്ച് 20 തന്നെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ കൊല്ലം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 4 ആയിരിക്കും. നമ്മൾ ബാച്ച് ഡേറ്റ് ഒന്ന് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. അവിടെ ഓപ്പണിംഗ് ഇതുവരെ ആയിട്ടില്ല. നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ നമ്മൾക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ ഏപ്രിൽ 3 അവിടെയും പുതിയ ബാച്ച് RPF തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. ഒന്നുകിൽ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സിൽ പഠിക്കുക. ഇത് രണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ദിശ അക്കാഡമി ഫ്രീ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് ഏറ്റവും കിട്ടുന്ന സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മാത്രമല്ല ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും അറിയാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കും. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ RPF സ്പെസിഫിക് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആക്കി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.